ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നുണ്ടല്ലോ, ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ഒരു നേഴ്സ് എന്തെല്ലാം കാര്യങ്ങൾ, അവരുടെ ഒരു ഡെയിലി റുട്ടീൻ എന്തൊക്കെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. പലരും കമൻ്റായിട്ട് ചോദിച്ചായിരുന്നു, ചേച്ചി ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുമ്പോൾ ഇങ്ങനെ വാഷ് ചെയ്യണോ, നമ്മൾ A to Z കാര്യങ്ങൾ ചെയ്യണമെന്ന് ചേച്ചി പല വീഡിയോയിലും പറഞ്ഞല്ലോ, അങ്ങനെ അപ്പോൾ ഇതൊക്കെ ചെയ്യണോ ചേച്ചി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തെല്ലാമാണ് ഒരു നേഴ്സ് ചെയ്യേണ്ടത്, അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പം വീഡിയോയിലോട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ പോകാം. അപ്പം ആദ്യം പറയുകയാണെങ്കിലുണ്ടല്ലോ, ഞാൻ എൻ്റെ ഹോസ്പിറ്റലിലെ കാര്യമാണ് കേട്ടോ, എൻ്റെ ഡ്യൂട്ടി എങ്ങനെയാണെന്നുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. എൻ്റെ ഹോസ്പിറ്റലാണ് 3 ഷിഫ്റ്റാണ് കേട്ടോ ഉള്ളത്. രാവിലെ മോർണിംഗ് ഷിഫ്റ്റ്, ഈവനിങ് ഷിഫ്റ്റ്, പിന്നെ നൈറ്റ്. അപ്പം ഈവനിങ്ങിലാണെങ്കിലും മോർണിംഗിലാണെങ്കിലും നമ്മൾ രാവിലെ ചെല്ലുമ്പോൾ തന്നെ 6 മണിക്ക് ചെല്ലും, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് 12:45 ചെല്ലുമ്പോൾ തന്നെ ഹാൻഡ് ഓവർ എടുക്കുന്നു. ഹാൻഡ് ഓവർ ഏകദേശം ഒരു അരമണിക്കൂറൊക്കെ കാണും. അതിനുശേഷം നമുക്ക് ഉച്ചയ്ക്കാണെങ്കിലും രാവിലെ ആണെങ്കിലും കുറച്ച് IV ഫ്ലൂയിഡ് കാര്യങ്ങളൊക്കെ പേഷ്യൻസിന് കൊടുക്കാണ്ടായിരിക്കും. അതെല്ലാം നമുക്കൊരു ഫ്ലീഗേ വാഹനമുണ്ട് കേട്ടോ. ആ ഒരു വണ്ടിയുണ്ട് ഉദിക്കോട് പോകുന്നത്. ആ വണ്ടിയെ കൊണ്ടുവെക്കുക. അത് കമ്പ്യൂട്ടറോട് കൂടിയുള്ള ഒരു വണ്ടിയാണ്. അതെല്ലാം കൊണ്ട് എല്ലാ കാര്യം നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം നമുക്ക് അതിനുശേഷം ഞാൻ ആണെങ്കിൽ എല്ലാ റൂമിലും ഒരു റൗണ്ട്സ് പോകണം. വന്നു കഴിയുമ്പോൾ തന്നെ ഉടനെ തന്നെ രാവിലത്തെ ഡ്യൂട്ടി ആണെങ്കിൽ നമ്മൾ ഓരോ റൂമിലും ചെല്ലുന്നതനുസരിച്ച് നമ്മൾ അവരുടെ വൈറ്റൽസ് ഒക്കെ ചെക്ക് ചെയ്യും. ഇപ്പോൾ കുളിപ്പിക്കേണ്ടവരാണെങ്കിൽ അവരെ കുളിപ്പിക്കണമെങ്കിൽ കുളിപ്പിക്കും. പിന്നെ എന്നാ പറയണേ, ചിലവരെ കുളിപ്പിക്കേണ്ടത് കാര്യമില്ല കേട്ടോ. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുക. അതൊക്കെയാണ് രാവിലത്തെയും ഉച്ചക്കത്തെയും ഡ്യൂട്ടി ചെയ്യേണ്ടത്. പിന്നെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പം ഞങ്ങളുടെ ഹോസ്പിറ്റലിലാണെങ്കിൽ ഒരു ബോർഡുണ്ട്. ആ ബോർഡിലാണെങ്കിൽ ചുമല കളറുള്ള ഒരു കാർഡേലാണ് പേരെഴുതി വെച്ചിരിക്കുന്നതെങ്കിൽ ആ പേഷ്യൻ്റ് അനങ്ങാനോ തിരിയാനോ അറിയാനോ ഒന്നും പറ്റത്തില്ല. നമ്മൾ അവരുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യണം. A to Z കാര്യങ്ങൾ ചെയ്യണം. അവരെ കുളിപ്പിക്കണം, അവർക്ക് ഭക്ഷണം കൊടുക്കണം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യണം. പിന്നെ നീല കളറിലുള്ള കാർഡേലാണ് അവരുടെ പേരെഴുതി വെച്ചിരിക്കുന്നതെങ്കിൽ അവർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ട, എന്നാൽ അവരെ കുറച്ച് കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യണം. ഇപ്പം ബാത്റൂമിലോട്ട് പോകാമ്പോൾ ഒന്ന് കൈ പിടിച്ചൊന്ന് നടത്തി ബാത്റൂമിൽ കൊണ്ടുപോകുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യണം. വെള്ള കളർ കാർഡേൽ ആ പേരെഴുതി വെച്ചിരിക്കുന്നെങ്കിൽ അവർക്ക് നമ്മൾ ഒരു കാര്യങ്ങൾ ചെയ്ത് കൊടുക്കണ്ട. അവരവരുടെ എല്ലാ കാര്യങ്ങളും സ്വന്തമായിട്ട് ചെയ്തോളും. മരുന്ന് മാത്രം കൊടുത്താൽ മതി. മരുന്ന് പിന്നെ വേറെ ഡോക്ടർ പറയുന്ന കാര്യങ്ങളൊക്കെ, അല്ലാതെ അവരുടെ ദൈനംദിന കാര്യങ്ങളെല്ലാം അവർ ചെയ്തോളും. പിന്നെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ സ്വന്തമായിട്ടൊരു ഫോൺ കാണും. എന്തെങ്കിലും എമർജൻസി വന്നാലോ, അങ്ങനെ ഡോക്ടേഴ്സിനെ എന്തെങ്കിലും ഇൻഫോം ചെയ്യണമെങ്കിലോ, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ആ ഫോൺ വിളിക്കാം. അതുപോലെ തന്നെ പേഷ്യൻറ്റിൻ്റെ എല്ലാവരുടെ റൂമിലാണെങ്കിൽ ഇപ്പം നേഴ്സിന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവരുടെ എല്ലാം ബെഡിൻ്റെ അടുത്തൊരു ബെല്ലുണ്ട്. ആ ബെല്ലടിക്കുമ്പോഴത്തേനും നമ്മൾ ചെയ്യില്ല. അതൊക്കെ നാട്ടിൽ അങ്ങനെ തന്നെയല്ലേ. പിന്നെ മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടല്ലോ, ബൈസ്റ്റാൻഡറിനെ ഇവിടെ കൂടെ നിർത്തത്തില്ല. ഒരാശുപത്രിയിലും ഇവിടെ കൂടെ നിർത്തത്തില്ല കേട്ടോ. പിന്നെ നമുക്ക് വിസിറ്റിംഗ് ടൈം ഉണ്ട്. ആ ടൈമിൽ വരാം. ചില ആളുകൾ ഇപ്പോൾ നമ്മൾ റൗണ്ട്സിന് ചെല്ലുമ്പോഴത്തേക്കും അവർ പറയും, എനിക്കിന്ന് കുളിക്കാൻ താല്പര്യമില്ല, എൻ്റെ വൈഫ് വരും, അവൾ എന്നെ കുളിപ്പിച്ചോളൂ എന്ന് പറയും. അപ്പോൾ ഓക്കെ, അവർ വരുമെങ്കിൽ അവരങ്ങനെ ചെയ്തോളൂ. ഇപ്പം നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അപ്പം അവർ വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ട, കാരണം അവർ പറയുന്നതിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ബ്ലഡ് എടുക്കുക, പിന്നെ ക്യാനിൽ ഇടുക, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യേണ്ട. ക്യാനിൽ ഇടുന്നതൊക്കെ ഡോക്ടറാണ് കേട്ടോ. ബ്ലഡ് എടുക്കാനൊക്കെ ഞങ്ങളുടെ നഴ്സ് സ്റ്റേഷനിലെ ഒരു പ്രത്യേക നേഴ്സുണ്ട്. ആ നേഴ്സ് മാത്രമാണ് ബ്ലഡും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. പിന്നെ നമുക്ക് പ്രധാനമായിട്ട് മരുന്ന് കൊടുക്കുക, പിന്നെ വിറ്റൽസ് ചെക്ക് ചെയ്യുക. പിന്നെ ഷുഗറൊക്കെ ഉള്ള പേഷ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഷുഗർ ചെക്ക് ചെയ്യുക, അവർക്ക് ഈ ഇൻസുലിൻ ഇഞ്ചക്ഷൻ കൊടുക്കുക. പിന്നെ എന്നാ ഫുഡ് നമ്മൾ ചില അതായത് ഞാൻ പറഞ്ഞില്ല, റെഡ് കാർഡിൽ അവർക്കൊക്കെ ഫുഡ് വന്നു കഴിയുമ്പോഴത്തേനും ഫുഡൊക്കെ നമ്മൾ വാരി കൊടുക്കണം. അങ്ങനെ ചിലപ്പോൾ 2-3 പേഷ്യൻ്റൊക്കെ കാണും ഒരേ ഡ്യൂട്ടിയിൽ തന്നെ കേട്ടോ. അവർക്ക് എല്ലാവർക്കും നമ്മൾ കൊടുക്കണം. പിന്നെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഹോസ്പിറ്റലാണെങ്കിൽ 4 പേരായിരിക്കും ഒരു ഷിഫ്റ്റിലുള്ളത്. അപ്പോൾ നമുക്ക് ബോർഡിൽ അവർക്കെല്ലാം കാണാമല്ലോ. ഇപ്പോൾ റെഡ് കളറുകൾ കുറേ പേരൊക്കെ ഉണ്ടെങ്കിൽ അവർ നമ്മൾ 4 പേരിൽ ഒരാൾ ഒത്തിരി തിരക്കൊന്നും ഇല്ലെങ്കിൽ അവർ നമ്മളെ വന്ന് ഹെൽപ്പ് ചെയ്യും. ഫുഡ് കൊടുക്കാനൊക്കെ നമ്മളോട് നല്ല ആൾക്കാരൊക്കെ ആണെങ്കിൽ ഹെൽപ്പ് ചെയ്യുകയൊക്കെ ചെയ്യും കേട്ടോ. അതുപോലെ തന്നെ കുളിപ്പിക്കാനും അങ്ങനെയുള്ള കാര്യം, ബെഡിലൊക്കെ വെച്ചായിരിക്കും കിടപ്പ് കിടക്കുന്നവർ. അപ്പോൾ തിരിക്കാനും മറിക്കാനൊക്കെ ഒരാളുടെ ഹെൽപ്പ് വേണമല്ലോ. അങ്ങനെയൊക്കെ നല്ല കൊളീഗ്സ് ഒക്കെ കൂടെ ജോലി ചെയ്യുന്നെങ്കിൽ അവരൊക്കെ വന്ന് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അല്ലെങ്കിൽ ഇപ്പം അങ്ങനെ എല്ലാ സൈഡിലും തിരക്കാണെങ്കിൽ നമ്മൾ തന്നെ അത് നമ്മളെ പറ്റുന്ന പോലെ ചെയ്യുക. പിന്നെ എന്നാ ഇപ്പം നാട്ടിലാണെങ്കിൽ നാട്ടിൽ ബൈസ്റ്റാൻഡേഴ്സ് ഉള്ളപ്പോൾ നമുക്ക് അത്രയും തിരക്ക് വരുന്നില്ലല്ലോ. അവർ ആ കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പം എന്ന് വെച്ചുകൊണ്ട് നമുക്ക് ഇപ്പം ജോലിക്ക് ചെന്ന് കഴിഞ്ഞാണല്ലോ അവിടെ സമയം 8:30 ആകുമ്പോഴത്തേനും ഞങ്ങൾക്ക് അടുത്ത നൈറ്റിന് അല്ലെങ്കിൽ ഹാൻഡ് ഓവർ കൊടുക്കേണ്ട സമയമാവും അടുത്ത ഷിഫ്റ്റിലുള്ളവർക്ക്. ഉച്ചയ്ക്കാണെങ്കിൽ 1 മണിയൊക്കെ ആകുമ്പോഴത്തേനും ചിലപ്പോൾ അന്നേരത്തേനും ഡ്യൂട്ടി തീരെയല്ല, കാരണം ഡോക്ടേഴ്സിൻ്റെ റൗണ്ട്സ്, പിന്നെ അങ്ങനെ പിന്നെ നമ്മൾ തന്നെ അവർക്ക് അവരുടെ ബ്ലഡ് ടെസ്റ്റ്, അങ്ങനെയൊക്കെ ബ്ലഡൊക്കെ എടുത്തിട്ട് എല്ലാം കൊണ്ടുവെക്കും. നമ്മൾ വേണം താഴോട്ട്. ഞങ്ങളുടെ അവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുമ്പേ പോലത്തെ ഒരു സാധനം ഉണ്ട്. അതിൻ്റെ അകത്തേക്ക് വെച്ചിട്ട് നമ്പർ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലാബിലോട്ട് അത് നേരിട്ട് ബുക്ക് കൊടുക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ലാബിലൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് എളുപ്പമാണ് കേട്ടോ. പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ എന്ന് വെച്ചാൽ നല്ല അത്യാവശ്യം നല്ല പണിയുണ്ട്. അപ്പം നാട്ടിൽ നിന്ന് വരുമ്പോഴൊക്കെ ഞാനും ഇപ്പം ഇങ്ങോട്ട് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും എനിക്കും അറിയത്തില്ലായിരുന്നു ഇത്രയും കാര്യങ്ങളൊക്കെ. അപ്പോൾ പെട്ടെന്ന് ആദ്യമായിട്ട് ഒരാൾ ഇങ്ങോട്ട് വരുമ്പോഴത്തേനുണ്ടല്ലോ നമുക്ക് ഭയങ്കര പാടായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മളതൊക്കെ മനസ്സിലാക്കി വേണം വരാനായിട്ട്. ഇവിടെ അങ്ങനെയാണ്, നല്ല പണിയുണ്ട്. നമ്മൾ നാട്ടിൽ ചെയ്തതിനേക്കാൾ നാട്ടിലും
നേഴ്സിന് ജോലിയില്ലെന്നല്ല, നാട്ടിലുണ്ടല്ലോ നല്ല പണിയുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മൾ നാട്ടിൽ ചെയ്യാത്തൊരു കാര്യമല്ല. പേഷ്യന്റിനെ ഇപ്പൊ എല്ലാവരെയും കുളിക്കുക. ചിലപ്പോൾ എനിക്ക് 14 പേഷ്യന്റ് ആണുള്ളത്. ചിലപ്പോൾ 14 6 നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടതായിരിക്കും. ചിലപ്പോൾ 8 പേർക്കും എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടതായിരിക്കും. അങ്ങനെയൊക്കെ ചിലപ്പോൾ വരാറുണ്ട് കേട്ടോ. അത് നമ്മുടെ ഓരോ ഡ്യൂട്ടി, ആശുപത്രി അല്ലേ, ഓരോ ഇതുപോലെ ഇരിക്കും. ചിലപ്പോൾ ചില ദിവസങ്ങളിൽ ഡിസ്ചാർജ് ആയി പോകും. അപ്പോൾ ഭയങ്കര സന്തോഷം, കുറച്ച് പണി കുറഞ്ഞിരിക്കും, അദ്ദേഹത്തിന് അടുത്തത് വരും. അങ്ങനെയൊക്കെയാണ് ഹോസ്പിറ്റലിലെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. പിന്നെ എന്തെങ്കിലും എമർജൻസി വന്നു കഴിയുവാണെങ്കിൽ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവർ ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മളൊരു അലാറം ഉണ്ട്, അതാരം അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എമർജൻസിക്ക് വരുമ്പോഴത്തേനും അടിച്ചു കഴിഞ്ഞാൽ ഡോക്ടേഴ്സ് എല്ലാം വേഗം ഓടിയെത്തും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ അവരുടെ ആ ഗ്രൂപ്പുമായിട്ട് അല്ലെങ്കിൽ ആ ടീമുമായിട്ട് നമ്മളൊരു അഡ്ജസ്റ്റ് ചെയ്ത് വരുന്നത് വരെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരിക്കും ഹോസ്പിറ്റലിലെ ജോലി എന്ന് പറയുന്നത് കേട്ടോ. ഹോസ്പിറ്റലാണെങ്കിലും ഓൾഡ് ഏജ് ഹോമിലാണെങ്കിലും. കാരണം നമ്മളെ അവർ ആദ്യം വരുമ്പോൾ ചിലപ്പോൾ അങ്ങനെ ആക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. നമ്മൾ ഒരു കുറച്ച് സമയം എടുക്കും അവരുമായിട്ട് ആ ടീമിൽ ഒരു അംഗമാകാനായിട്ട്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ളത്. പിന്നെ ഇത് എൻ്റെ ഹോസ്പിറ്റലിൽ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തെ കാര്യം മാത്രമാണ് പറഞ്ഞത്. പല സ്ഥലത്തും പലതായിരിക്കും. ചിലപ്പോൾ ഞാൻ ചിലതൊക്കെ വിട്ടുപോയിട്ടുണ്ടായിരിക്കും. ഞാനിപ്പോൾ എല്ലാം പഠിച്ചു വെച്ച് പറയുന്നതല്ലല്ലോ. അതുകൊണ്ട് പല സ്ഥലത്തും പല രീതികളായിരിക്കും. അതുകൊണ്ട് ഇനിയിപ്പോൾ എനിക്ക് ബാക്കി സ്ഥലത്തെ കാര്യങ്ങൾ എനിക്ക് അറിയത്തില്ല. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.